വാട്സപ്പിനകത്ത് ഇതുപോലെ പുതിയൊരു സെർച്ച് ബട്ടൺ നിങ്ങൾക്ക് വേണോ? ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. ഒരാൾക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് ബട്ടൺ എടുത്തിട്ട് നേരെ ആ എഴുതിയതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആയിക്കൊള്ളും. നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹിന്ദിക്കാരനാണ് മെസ്സേജ് അയക്കണമെങ്കിലും ഹിന്ദി അറിയണമെന്നില്ല. നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, അതേ സെർച്ച് ബട്ടൺ എടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദി ആയിക്കൊള്ളും. ഹിന്ദിക്കാരനും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടും തീർന്നില്ല. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും മറ്റെന്തെങ്കിലും ഭാഷയിൽ വാട്സപ്പിനകത്തേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഇതേ സെർച്ച് ബട്ടൺ എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ആ മെസ്സേജ് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെയധികം ഉപകാരപ്രദമായ ഈ സെർച്ച് ബട്ടൺ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ലഭിക്കണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ ആകുമ്പോൾ പലർക്കുമുള്ള പ്രശ്നം ലിങ്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക് ലഭിക്കാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. QR കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് വെബ്സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ലഭിക്കുന്നവർക്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ സെർച്ച് ബട്ടൺ നമ്മുടെ വാട്സപ്പിനകത്ത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് വൺ ക്ലിക്ക് ഇൻപുട്ട് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുക. സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഓപ്ഷൻ ലഭിക്കും. ഇനി സ്ക്രോൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ്റെ ഇടതുഭാഗത്ത് ഒരു ഐക്കൺ മിന്നി മറയുന്നത് കാണാം. ആ സ്ഥലത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ബ്ലൂ കളറിൽ ഒരു ലൈന് കാണാൻ സാധിക്കുന്നതാണ്. വളരെ സൈഡിലായിരിക്കും. അത് വലിച്ചാൽ ഒരു സെർച്ച് ബട്ടൺ കിട്ടും. ഉടനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഇങ്ങനെ ഒരു ബട്ടൺ കിട്ടും. ഇതൊക്കെ ആദ്യം മാത്രമേ വരുകയുള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആക്സസിബിലിറ്റിക്കകത്തേക്കാണ് ആ ഓപ്ഷൻ പോവുക. അവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ചില ഫോണിൽ ഇൻസ്റ്റാൾഡ് ആപ്പ്, അതായത് ഡൗൺലോഡ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനാണ് ഇതിനകത്ത് നിന്ന് ഓണാക്കേണ്ടത്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് റെഡ്മി ഫോൺ ആയതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുള്ളത്. മറ്റുള്ള ഫോണിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ബട്ടൺ ഓപ്പൺ ചെയ്താൽ മാത്രം മതി. റെഡ്മി ഫോൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരും. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോണിൽ സെറ്റ് ആയിക്കോളും. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട്, വാട്സപ്പ് മാത്രമല്ല എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും കമൻറ്റ് ചെയ്യുമ്പോഴും എല്ലായിടത്തും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി വലതുഭാഗത്ത് ആ ഐക്കണ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതിൽ അത് വളരെ സൈഡിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് നിങ്ങൾ അവിടെ ബ്ലൂ കളർ കാണാം, അതൊന്ന് വലിച്ചിട്ട് നേരെ നിങ്ങൾ എഴുതിയതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ എഴുതിയ കാര്യം ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ റെക്കോർഡർ എടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാഷ മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഹിന്ദി ആക്കിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇതുപോലെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹിന്ദി ആയി. അപ്പോൾ എനിക്ക് കോൾ വന്നപ്പോൾ കട്ടായി പോയതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷ മാറ്റാൻ ജസ്റ്റ് കീപാഡ് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ഐക്കൺ പുതുതായിട്ട് വന്നതായിട്ട് കാണാം. ഓക്കെ, ഞാനിതാ കീപാഡ് ഒഴിവാക്കുമ്പോൾ അത് പോകും, കീപാഡ് ഓൺ ആക്കുമ്പം വരും. ഇനി ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും വാട്സപ്പ് ഒന്ന് എക്സിറ്റ് പോയിട്ട് ഓൺ ആക്കിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം വേറൊരു ഐക്കൺ, അതായത് അതിനകത്താണ്, അതിനകത്തൊരു ഐക്കൺ കൂടി കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഭാഷ മാറ്റേണ്ട ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കാണ് എഴുതേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തമിഴാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാം തമിഴിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ കോളത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിലേക്ക് അത് വരുത്തിക്കണമെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഷയിലായി. പിന്നീട് എപ്പോഴും നിങ്ങൾ അവസാനം ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഷയിലായിരിക്കും എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്താൽ മതി, ഭാഷ മാറ്റിയാൽ മതി. ഇനി ആപ്ലിക്കേഷനകത്ത് വന്നിട്ടും നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് മാറ്റാൻ സാധിക്കും. ആപ്ലിക്കേഷൻ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പേജിലാണ് ഉണ്ടാകുക. നിങ്ങൾക്കത് ഇപ്പുറത്തെ പേജിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഇടതുഭാഗത്ത് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഫ്രണ്ട് പേജിൽ വന്നോളും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഷ സെലക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും രണ്ടാമതുള്ള ഭാഷ മലയാളമായിരിക്കണം, എങ്കിൽ മാത്രമേ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആദ്യത്തെ ഭാഷ നിങ്ങൾക്ക് ഏത് ഭാഷയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എന്തിലായാലും മറ്റൊരു ഭാഷ കണ്ടാൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഐക്കണ് ആ ഭാഷയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
ആപ്ലിക്കേഷന് പ്രതിദിന ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ദിവസം 50 ആണോ എന്ന് തോന്നുന്നു, 50 പ്രാവശ്യമായി ചെയ്യാൻ പറ്റൂ. പിന്നെ പിറ്റേന്ന് മാത്രമേ നമുക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. ചില സമയത്ത് 10ഉം 12 ഉപയോഗിക്കുമ്പോൾ തന്നെ ലിമിറ്റേഷൻ വരുന്നുണ്ട്. എങ്കിലും പിറ്റേന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലിമിറ്റേഷൻ കാണിച്ചിട്ട് പോലും ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ച ദിവസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാ ദിവസവും നമുക്ക് 10ഓ 50ഓ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പർച്ചേസ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിത്രത്തിലതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട പോപ്പപ്പ് വരും. പർച്ചേസ് ചെയ്യേണ്ട പോപ്പപ്പ് വരുന്ന സമയത്ത് എക്സിറ്റ് പോയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സെർച്ച് ഐക്കണാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് എവിടെയാണ് ഉപേക്ഷിക്കുന്നത് അതിൻ്റെ സൈഡിലേക്ക് അത് പോയി കളയും. നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് വിടുന്നതെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കും. അപ്പോൾ എപ്പോഴും അത് ഐക്കൺ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വളരെ സൈഡിലായിരിക്കും അതിൻ്റെ ബ്ലൂ ലൈൻ ഉണ്ടാകുക. അത് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി ലിങ്ക് ലഭിക്കാത്തവർ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോകുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്കൊരു ക്യാമറ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത QR കോഡ് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായിട്ടൊരു ലിങ്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഈ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. കാണാം. അതുവരേക്കും.